അംശു, നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയത്തെ ഏതാണ്ട് 16 മണിക്കൂർ കൊണ്ട് 27 ലക്ഷത്തിലധികം, ഏതാണ്ട് 28 ലക്ഷത്തോളം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ധ്രുവ് റാട്ടിയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അംശു ആ വീഡിയോ കണ്ടു അല്ലേ? എന്താ അതിനെ കുറിച്ച് ഒരു അതിനു മുമ്പേ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. യൂട്യൂബില് ഒരു ചാനൽ നടത്തുന്ന ആളാണ് വിനോദ്, മറ്റൊരു യൂട്യൂബറാണ് ധ്രുവരാട്ടി. ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് ധ്രുവരാട്ടിയുടെ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതെന്തിനാ? അല്ല, അത് നമ്മൾ ഈ യൂട്യൂബേഴ്സിന്റെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു, അത് കണ്ടന്റ് വൈസ് മാത്രമല്ല, ക്വാളിറ്റി വൈസ് മാത്രമല്ല, വ്യൂവർഷിപ്പ് വൈസ് മാത്രമല്ല, ഇന്ത്യയിൽ അത്തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തുന്നതിൽ ധ്രുവ് റാട്ടി നിർവഹിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് 2.5 കോടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ വീഡിയോസ് എന്ന് അദ്ദേഹം ചെയ്യുന്നത് പൂർണ്ണമായും അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എതിരാണ്. അതെ. അപ്പൊ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എതിരെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് 2.5 കോടി വ്യൂവർഷിപ്പ് ഉണ്ടാക്കത്തക്ക രീതിയിൽ വളരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ ഇന്ന് പുതിയ ജനം സംശയത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്. രണ്ടാമത്തെ കാരണം ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പൊ ഞാൻ നിങ്ങൾ ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴും ആ വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് തയ്യാറായത്, അത് നമ്മളൊരു പൗരധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ധ്രുവരാട്ടി പറയുന്ന സാമൂഹ്യ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം, അതായത് മാധ്യമങ്ങൾ എന്താണോ സംസാരിക്കേണ്ടിയിരുന്നത് അത് സംസാരിക്കാൻ മാധ്യമങ്ങൾ അതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ 4ാം തൂൺ എന്നൊക്കെ പറയുന്ന, അദൃശ്യമായ 4ാം തൂൺ എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ പാദസേവ ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട് എന്ന് വിളംബരം ചെയ്യുന്നതാണ്. അവിടെയാണ് അദ്ദേഹം സ്വതന്ത്രമായി ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിന് അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്നിപ്പം നമ്മൾ പറഞ്ഞൊരു വീഡിയോ മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ അത് കാണണം എന്ന് ഞാൻ പറയും. കണ്ടാൽ മാത്രം പോരാ, ഹിന്ദി അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ, ഹിന്ദിയിലാണ് സാധനം. ഇപ്പൊ അദ്ദേഹം എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. മലയാളത്തിലേക്ക് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്, തമിഴിലൊക്കെ ആയിക്കഴിഞ്ഞു. കാരണം തമിഴിലും ഹിന്ദി അറിയാല്ല എന്നൊന്നുകൊണ്ടായിരിക്കും. അപ്പം മലയാളത്തിലേക്കും വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഹിന്ദിയിലാണ്. അപ്പൊ ഹിന്ദി മനസ്സിലാക്കാൻ കഴിയുന്നവർ അത് കാണണം, ഹിന്ദി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് അയച്ചു കൊടുക്കണം. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗാന്ധിജീനെ വധിച്ച ആള്, അതിന് ഗൂഢാലോചന നടത്തിയ ആളുടെ സ്മാരക ദിനത്തിൽ പോവുക, അവിടെ പോയി പുഷ്പാർച്ചന അർപ്പിക്കുക, എന്നിട്ട് രാജ്യത്തിലെ ജനങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതേ ഗാന്ധിയെ ഉപയോഗിച്ച് ഒരു അസംബന്ധമാണ്. അത് എനിക്ക് അത്ഭുതം. എനിക്ക് മോദി എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ചെന്നപ്പം സവർക്കറെ കുറിച്ച് ഭയങ്കരമായിട്ട് അദ്ദേഹം പിന്നീട് ട്വീറ്റ് ചെയ്തു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ഒരു ഇടമാണ് മാർഷൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സവർക്കറെ കുറിച്ച്. അപ്പം ഭരണാധികാരികളുടെ പക്ഷം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേസമയം ഗാന്ധിയെ നേരത്തെ അംശു പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരു കണ്ണടയായിട്ടോ അല്ലെങ്കിൽ ഒരു തൂപ്പുകാരനായിട്ടോ ഒക്കെ മാറ്റുകയും ഗാന്ധിയെ തൊടാൻ ഗാന്ധിനെ വിമർശിക്കാൻ ഇപ്പൊ അവർക്ക് ധൈര്യമില്ല. ഇപ്പൊ അവർക്ക് കാര്യം ഗാന്ധിജീനെ അറിഞ്ഞവർ ഇപ്പോഴും എന്തുണ്ട്, ജീവനോടെ ഉണ്ട്. പക്ഷേ വളരെ താമസിയാതെ പയ്യെ ഗാന്ധിജിയുടെ നിങ്ങൾ പറഞ്ഞ വളരെ വലിയ പോയില്ല. ഒരുപക്ഷെ ഒരു 10-20 വർഷം കഴിയുമ്പോഴുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ കുട്ടികളും വിചാരിക്കുക ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നല്ല വൃത്തി ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു വയസ്സായ ആളായിരുന്നു. സത്യത്തിൽ ഗാന്ധിജി തൂപ്പുകാരനാവുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു ഭാഗം മാത്രമാണ്. ഗാന്ധിജി ഒരേ സമയം വൃത്തിയെക്കുറിച്ചും അതേസമയം ഭക്ഷണ രീതിയെക്കുറിച്ചും അതേസമയം ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ഗാന്ധിജി സ്വതന്ത്ര ചിന്തയിലൂടെ ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ പുതിയ ആശയങ്ങളെ സ്വീകരിക്കണം, എങ്ങനെ സമൂഹത്തിൽ അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കണം, എങ്ങനെ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
ആ ഗാന്ധിനെ ഇവർക്ക് വേണ്ട. ഗാന്ധി വൃത്തിയുടെ ഒരു സ്വരൂപമായിട്ട് വേണം പറയാം. അത് ആത്മവിമലീകരണത്തിന്റെ അല്ല 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 ഭൗതികമായിട്ടും അതെ, അദ്ദേഹം പറയണെന്ന് വെച്ചാൽ വൃത്തിയുള്ള ശരീരത്തിലൂടെ മാത്രമേ വൃത്തിയുള്ള ഒരു മനസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ്. അത് സാധാരണക്കാരനെ അദ്ദേഹത്തിന്റെ അതിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടലുകളിൽ കൂടി തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെല്ലുന്നവർ ഭൗതിക കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഗാന്ധിയുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ അവർ ആത്മീയ വിചാരങ്ങളിലേക്കും സാമൂഹ്യ പരിഷ്കരണ വിചാരങ്ങളിലേക്കും അവർ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ്, നരേന്ദ്രമോദിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പോഴെങ്കിലും താൻ എന്താ ചെയ്യുന്നെന്ന് ഒരാൾ ആലോചിക്കില്ലേ. ശരിക്കും എത്ര വിപരീതാഭാസമാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴേ. ശരി, ഗാന്ധിജി അപ്പൊ നമ്മൾ ഈ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞാല് ഗാന്ധിജിയുടെ ഘാതകരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പറയുമ്പോൾ എത്രയോ വട്ടം പലരും പറഞ്ഞതും പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വിഷയത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത്? ആ വീഡിയോയുടെ ഒരു ഇതിലിപ്പോ തന്നെ ഞാൻ പറയാം, ഇതിന്റെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ നാഥുറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ചിട്ടാണ്. ഈ നാഥു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദിയില് മൂക്കുത്തി എന്നാണ്. അപ്പൊ ഈ മൂക്കുത്തി ഇട്ട് നടന്ന പയ്യൻ എന്നുള്ള രീതിയിലാണ് നാഥുറാം എന്ന അദ്ദേഹത്തിന് പേര് വരുന്നത്. വിനായക ഗോഡ്സെ എന്നാണ് അയാളുടെ പേര്. അപ്പൊ ഈ മൂക്കുത്തി ഇടാനുള്ള അപ്പൊ ഈ മൂക്കുത്തി ഇടാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളും മരിച്ചു വന്നു. അപ്പൊ പിന്നീടുണ്ടായ ഒരു ആൺകുട്ടീനെ പെൺകുട്ടീനെ പോലെ വളർത്തി എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പം അവിടുന്ന് തുടങ്ങുകയാണ് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടുന്ന് തുടങ്ങി പിന്നെ അതിങ്ങനെ വളർന്നു വന്ന് അവസാനത്തെ ഗാന്ധി വധത്തിൽ വരെ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു 30 മിനിറ്റ് വീഡിയോ ആണ്. ഞാനതൊരു 10-15 മിനിറ്റ് വീഡിയോ ആണെന്ന് വിചാരിച്ചത്. അത്രയും എന്നെ അത് എൻഗേജ് ചെയ്യിച്ചു. ഈ അരമണിക്കൂർ ഞാൻ ഇരുന്നിട്ട് എനിക്ക് 15 മിനിറ്റേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്ന രീതിയിൽ ആ വീഡിയോ എന്നെ എൻഗേജ് ചെയ്തു. ലാഗ് ചെയ്യുന്നേ ഇല്ല. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയൊക്കെ ഭീകരമായ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിക്ചറൈസേഷൻ, ഒരു സിനിമ കാണുന്ന പ്രതീതിയിൽ നമ്മളത് കാണാണ്. എന്നിട്ട് ആ സമയത്തിനുള്ളിൽ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങളും പറഞ്ഞു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തോക്ക് സംഘടിപ്പിക്കുന്നതും കർക്കരയുടെ റോളും അങ്ങനെ ഒരാളെ കൊല്ലാൻ ഏൽപ്പിച്ച അയാൾ പിന്മാറുന്ന കാര്യവും ബോംബ് പൊട്ടിച്ച കാര്യവും ഗാന്ധിജി അതിനു മുമ്പ് നടന്ന വധശ്രമത്തിലുള്ള ആളുകളെ ക്ഷമിക്കാൻ പറഞ്ഞ കാര്യവും ഗാന്ധിജിയുടെ മകൻ തന്നെ അദ്ദേഹത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് ഒഴിവാക്കണം, നാഥുറാം ഗോഡ്സെനെ തൂക്കിക്കൊല്ലരുത് എന്നാണ് മഹാത്മാഗാന്ധിയുടെ മകൻ പറഞ്ഞത്. എന്നിട്ട് നാഥുറാം ഗോഡ്സെ അയാൾക്ക് കത്തെഴുതി എനിക്ക് ഏത് ഭാഷയിൽ ഏത് വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്കിനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുക അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് തോന്നുക ശരിക്കും നാഥുറാം ഗോഡ്സെനെ തൂക്കി കൊല്ലാതിരുന്നെങ്കിൽ ശരിക്കും എന്തെനിക്ക് തോന്നുക മഹാത്മാഗാന്ധി ജീവനോടെ ഇപ്പൊ ഗാന്ധിജീനെ വധിക്കാൻ ശ്രമിച്ച അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടു എങ്കിൽ സംശയിക്കേണ്ട, നാഥുറാം ഗോഡ്സെ 1 മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കില്ല. കാര്യം അതിനു മുമ്പേ നടന്ന ഒരു റാലിയിൽ വെച്ച് നാഥുറാം ഗോഡ്സെ ഒരു കത്തിയുമായിട്ട് ഗാന്ധിജീനെ കുത്താൻ വേണ്ടി പോയി. പല വധശ്രമങ്ങളും ഒരു വധശ്രമം ഭയങ്കര രസമുള്ള കാര്യം, കുത്താൻ വേണ്ടി പോയി. അപ്പൊ ഇത് കണ്ട കുറച്ച് ആൾക്കാരെ അയാൾ പിടിച്ചു വെച്ചു. മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഗാന്ധിജി ഓടി വന്നു. എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തെ വിടൂ. അപ്പൊ ആളുകളെല്ലാം കൂടി കത്തി കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി അദ്ദേഹത്തെ റിലീസ് ചെയ്തു. എന്നിട്ട് നാഥുറാം ഗോഡ്സെനോട് പറഞ്ഞു ഒരു 8 ദിവസം എന്റെ കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും, നിങ്ങൾ ഞാനും മനസ്സിലാക്കട്ടെ, എന്നെ നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് നിനക്ക് എന്നെ കൊല്ലണം തോന്നെങ്കിൽ താമസിക്കാണ്ട് നീ കൊല്ലാം. പക്ഷെ നാഥുറാം ഗോഡ്സെ അതിന് തയ്യാറായില്ല. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഒരു വധശ്രമത്തിൽ ഗാന്ധിജി പറയുക മാത്രല്ല, ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനെ ആർക്കും പറയാൻ കഴിയും. ഗാന്ധിജീനെ പെണ്ണുങ്ങളുടെ ചുമലിൽ കൈവച്ച് നടക്കുന്ന സ്ത്രീലമ്പടം എന്നൊക്കെ ആക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ സത്യത്തിൽ ഞാൻ ആ ഗോഡ്സെയെ പോലും ക്ഷമിക്കാൻ തയ്യാറായ തനിക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഗാന്ധിക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ദിഷണാശക്തിയാണ്. അത് ഗാന്ധിജി തന്നെ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. അതായത് എനിക്ക് മറ്റേ മുഹമ്മദ് നബീനെ കൊല്ലാൻ ഏൽപ്പിച്ച, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബിലാൽ എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു മുസ്ലിം ഭടനാണ്. ബിലാല് മുഹമ്മദ് നബീനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച ആളാണ്. അദ്ദേഹം അവിടെ ചെല്ലുന്നു, മുഹമ്മദ് നബിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നു, അയാൾ മാനപരിവർത്തനം ഉണ്ടാവുന്നു, പിന്നീട് നബിയുടെ അംഗരക്ഷകനായി മാറാണ്.
മനസ്സിലായില്ലേ? പക്ഷെ ആ ചാൻസ് പോലും ആരെടുത്തിട്ടില്ല? ഗോഡ്സെ എടുത്തിട്ടില്ല. അത്രമാത്രം അയാള് കണിശമായിരുന്നു. അയാള് മാത്രമല്ല, ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ഔദ്യോഗിക വക്താവായിരുന്നു. അവിടെ അഗ്രണി എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ അധീപനായിരുന്നു. ആ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. കർക്കരെ അതിന്റെ ഫൈനാൻസർ ആയിരുന്നു. അപ്പം ഇയാൾ അവിടെ വെച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. അപ്പൊ അന്നത്തെ ബി ജെ പിയുടെ അല്ല, ഹിന്ദു മഹാസഭയുടെ തലമുതിർന്ന ഒരു നേതാവ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. അയാളെ കൊല്ലാൻ പോയിട്ടുണ്ട് ഇയാൾ. അപ്പൊ ബേസിക്കലി അത് ഒരു മാനസിക രോഗിയാണ് പറഞ്ഞത്. മനസ്സിലായെന്ന് വെച്ചാൽ വർഗീയതയും വിദ്വേഷവും കുത്തി നിറച്ച മാനസിക രോഗി. ഈ പറഞ്ഞ ആളുകള് ഇതിൽ പറയുന്നുണ്ട്, ഇവര് യാത്ര ചെയ്യുന്നതിനിടയിൽ വിമാനത്തിൽ വെച്ച് ഒരു ഗുജറാത്തി സിനിമാ നടിയെ കാണുന്നു. ആ സിനിമാ നടിയുടെ കാറിൽ അവര് ചെല്ലുന്നു. സവർക്കറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. സവർക്കറുടെ വീടിനോട് ചേർന്ന സ്ഥലത്ത് ഇവരെ ഞാൻ ഇറക്കി കൊടുത്തു എന്ന് ആ നടി എന്ത് കൊടുക്കുന്നുണ്ട്? മൊഴി കൊടുക്കുന്നുണ്ട്. കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നുണ്ട്. അവിടെ പോകുന്നു. അതിലുള്ള ഒരാള്, കൂട്ടത്തിൽ ഉള്ള ഒരാള് പറയുന്നുണ്ട്, എന്നാൽ പോയി ഉദ്ദിഷ്ട കാര്യം നടത്തി വരട്ടെ എന്നും ആണ് അവസാനമായി സവർക്കർ ഇവരെ അനുഗ്രഹിച്ചയക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒരാളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പുറത്തു നിർത്തിയ കാര്യം വളരെ കൃത്യമായിട്ട് കമ്മീഷൻ. നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിലെ 120B എന്നാണ് പറയാ ഈ ഗൂഢാലോചന. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് തെളിയിക്കാൻ. കാരണം ഗൂഢാലോചന നടത്തുന്നത് ഗൂഢമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ലൂപ്പ് ഹോളിലൂടെയാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്. അതിൽ നിർണായകമായ പങ്ക് സവർക്കർക്കുണ്ടെന്ന് സാഹചര്യ തെളിവുകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ, മാത്രമല്ല ഈ കക്ഷികൾക്ക് ഇദ്ദേഹത്തോടുള്ള അടുപ്പവും ഒക്കെ നമ്മൾ ഇവര് അത്രയും റിലേറ്റഡ് ആണ്, വളരെയധികം നേരത്തെ തന്നെ റിലേറ്റഡ് ആണ്, വെരി റീസെന്റ് തന്നെ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ചിത്പവൻ ബ്രാഹ്മിൻസ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നാഥുറാം ചിത്പവൻ ബ്രാഹ്മണാണ്, ഗോഡ്സെ ചിത്പവൻ ബ്രാഹ്മണാണ്, കർക്കരെ ചിത്പവൻ ബ്രാഹ്മണാണ്. ഇങ്ങനെ ഈ ഗാന്ധിയുടെ വധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിറയെ പേര് ചിത്പവൻ ബ്രാഹ്മിൻസ് ആണ്. ഇനി ഈ RSS നേതൃത്വത്തെ എടുത്തു നോക്കിയാൽ, ഹിന്ദു മഹാസഭയുടെയും ജനസംഘിന്റെയും നേതൃത്വത്തെ എടുത്തു നോക്കിയാൽ, ഇന്ന് നമ്മൾ കാണുന്ന BJPയുടെ പല മറാഠ ബേസ്ഡ് ആയിട്ടുള്ള നേതൃത്വത്തെ എടുത്തു നോക്കിയാൽ നിറയെ പേരും ചിത്പവൻ ബ്രാഹ്മിൻസ് ആണ്. ഈ ചിത്പവൻ ബ്രാഹ്മൺ ആരാണെന്ന് മനസ്സിലാവും. ചിത്പവൻ എന്ന വാക്കിന്റെ അർത്ഥം ചിതയിൽ നിന്ന് ജനിച്ചവൻ എന്നാണ്. ഈ ചിതയിൽ നിന്ന് ജനിച്ച അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്ന വെച്ചാൽ ഇതെന്താ സംഭവം? ഇതിന്റെ പിറകിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേതോ ഒരു എനിക്കൊന്ന് ഇന്ത്യ ഭാഗത്തുള്ളതല്ല, ആര്യ സമൂഹത്തിന്റെ വേറെ ഏതൊരു ഭാഗത്ത് ഒരു രാജാവിന്റെ കുലത്തെ മുഴുവനും അമർച്ച ചെയ്തു. അങ്ങനെ എല്ലാ ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. അങ്ങനെ അവരെ ഒരു ശ്മശാനത്തിൽ വെച്ച് കത്തിച്ചുത്രേ. അപ്പൊ അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടി ഭയങ്കരമായി തപസ് ചെയ്തു. അങ്ങനെ പുരുഷന്മാരുടെ ചിതയിലെ കരി എല്ലാം കൂടെ കൂട്ടിവെച്ച് ഈ സ്ത്രീകളുടെ തപസ്സിൽ നിന്നും ദൈവം ചിതയിൽ നിന്നുണ്ടാക്കിയ കുറച്ച് ആണുങ്ങളെ ഉണ്ടാക്കി. എന്നിട്ട് ആ സ്ത്രീകളും പുരുഷന്മാരും നടന്നു നീങ്ങി അവർ ഭാരതത്തിലെത്തിയെന്നും അവരാണ് ചിത്പവൻ ബ്രാഹ്മിൻസ് എന്നൊരു ഐതിഹ്യം. അത് ഈ പറഞ്ഞ മറാഠ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് അവർ, മഹാരാഷ്ട്രയിലാണ് അവർ എത്തുന്നത്. പിന്നീട് എത്തുന്നത് ചരിത്രം പറയുന്നത്, പക്ഷെ ആ ചരിത്രത്തിന്റെ പിറകിൽ ഐതിഹ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എനിവേ ആര്യ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പറ്റ ആളുകൾ അതിൽ ഒന്നുകൂടി ചേർത്ത് വെക്കാൻ പറ്റുന്നത്, നമ്മൾ കോൺഗ്രസ് ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. അതല്ല, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ ഇവരവിടെ എത്തുന്നു. പിന്നീട് അവര് രാജാക്കന്മാരായിട്ട് മാറും. എന്നുവെച്ചാൽ മറാഠ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വലിയ രാജകുലം എന്ന് പറയുന്നത് ഈ ചിത്പവൻ ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നു. മുഗൾ ആധിപത്യം തുടങ്ങിയപ്പോഴാണ് ഇവര് നശിച്ചു പോകുന്നത്. അങ്ങനെ അവര് മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മുഗൾ വംശത്തിൽ നിന്നും രാജ്യാധികാരം തിരിച്ചു പിടിക്കാനുള്ള ഭീകരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അങ്ങനെ ആ ബ്രിട്ടീഷുകാരോട് ഇവർ കൂട്ടുകൂടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാജ്യാധികാരം കിട്ടും. അങ്ങനെ അവരിൽ പലരും നാട്ടുരാജാക്കന്മാരൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവര് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രാജ്യത്തിന്റെ അധികാരം അവരിലേക്ക് വരുന്നതാണ്. അവിടെയാണ് ഗാന്ധിജി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിന്റെ ആശയം വരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ മേലെ വെള്ളം ചേർത്ത അല്ലെങ്കിൽ ആ തീനെ കെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണെന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ഇപ്പൊ ചിത്പവൻ ബ്രാഹ്മിൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഹിന്ദു മഹാസഭയാണെങ്കിലും RSS ആണെങ്കിലും അക്കാലത്ത്
മറ്റൊരു സ്ട്രീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തീവ്രവാദ സംഘടനകളുണ്ട്. അഭിനവ് ഭാരതി, അതെ 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 ഇതിന്റെയൊക്കെ ഒറിജിൻ എല്ലാം ചിത്പവൻ ബ്രാഹ്മൺസ് ആണ്. അതിന്റെ ഒറിജിൻ അവിടെ. അത് ഈ പറഞ്ഞ പോലെ അധികാരം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് അവരെ ഒരത് തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇനി നമുക്കത് കിട്ടില്ല. അപ്പൊ ഇനി അത് കിട്ടണം. മാത്രമല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഗ്രഹിച്ചത് ഹിന്ദുക്കളെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഗാന്ധിജി പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു നേതാവായി മാറി. കാര്യം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഭഗവത്ഗീത കയ്യിൽ വയ്ക്കുന്നു. ഭഗവത്ഗീത കയ്യിൽ വെക്കുക മാത്രമല്ല, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുന്നു. രാമരാജ്യം എന്ന് പറയുന്ന ഒരു സ്വപ്നതുല്യമായ രാജ്യത്തെ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ അത് ഹിന്ദു. നേരെ മറിച്ച് കോൺഗ്രസിന് അതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നില്ല. കാര്യം മഹാത്മാഗാന്ധി അവിടെ രാമരാജ്യത്തെ സംസാരിക്കുമ്പോഴും അങ്ങേയറ്റം സെക്യുലർ ആയിട്ടുള്ള വിഭാവനം ചെയ്യുന്ന ഒരുപക്ഷെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഗാന്ധിജി നമുക്ക് അവിടെ കാണാം. നെഹ്റുവിനെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് മതം ജാതി ഇല്ലാത്ത ഒരു അവിശ്വാസിയെ പോലും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കോൺഗ്രസ് അത്തരത്തിലുള്ള കുറച്ചും കൂടെ ദൈക്ഷണികമായ തലത്തിലുള്ള വളർച്ച കുറച്ചും കൂടെ ത്വരിതപ്പെടുത്തേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഹിന്ദു പലപ്പോഴും കോൺഗ്രസിന് ഇന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാര്യം ഹിന്ദുവിന്റെ വിശ്വാസം ആ രീതിയിലുള്ള പ്രൊപ്പഗൻഡയല്ലേ നടക്കുന്നത്. അതല്ല, പ്രൊപ്പഗൻഡ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അങ്ങനെ പ്രൊപ്പഗൻഡ നടക്കുമ്പോൾ ആ സംശയത്തെ ദൂരീകരിക്കത്തക്ക രീതിയിൽ അതിന്റെ അർത്ഥം ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല. ഹിന്ദു ഒരിക്കലും വർഗീയമായി ചിന്തിച്ച ഈ പറയുന്നത് ആ സംഗതി അല്ല എന്നുള്ളത് തെളിയിക്കാനെങ്കിൽ ഹിന്ദു ഒരിക്കലും വർഗീയമായി ചിന്തിച്ച അതിന് ശ്രമം, ഒരു ചെറിയ ശ്രമം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. പക്ഷെ അത് പോലും ആ രീതിയിലല്ല അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുള്ളൊരു വിഷയം. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഹിന്ദുവിന് ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഇപ്പം പല രാജ്യങ്ങളിലും പല മതങ്ങളും ചെന്നിട്ടുണ്ട്. പക്ഷെ ആ രാജ്യങ്ങളിലൊന്നും ആ മതം അവിടുത്തെ അത്രയും വലിയ ജനഹിതത്തിലേക്ക് വളർന്നിട്ടില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വന്ന എല്ലാ മതങ്ങളും, ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇസ്ലാം ഇവിടെ വന്നു, മുഗൾ രാജവംശം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ ഇവിടെ വന്നു, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല, അല്ലെങ്കിൽ മറ്റേ പോർച്ചുഗീസുകാർ, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സെന്ന് പറയുന്നത്. അതൊരിക്കലും ഇവർ പറയുന്ന പോലെ ഏകാത്മ എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോവില്ല. ഇറ്റ് കൻ നോട്ട് ബി യൂണിറ്റേറിയൻ. അപ്പൊ അതൊരിക്കലും അങ്ങനെ ആയി മാറില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറയുന്നത് വൈവിധ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അതായിരുന്നു കോൺഗ്രസ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹിന്ദുയിസം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു ശരിയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പക്ഷെ അത് രാഹുൽ ഗാന്ധിയെ പറയുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായി. രാഹുൽ ഗാന്ധിയുടെ തൊട്ട് താഴെയുള്ള നേതാക്കന്മാരോ നമ്മുടെ പ്രദേശത്തെ തന്നെ പ്രാദേശിക നേതാക്കന്മാരോ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതായത് ഈ പറയുന്ന ഹിന്ദുത്വം എന്താണെന്നോ ഹിന്ദുയിസം എന്താണെന്നോ അതിനെ വ്യവച്ഛേദിച്ച് തിരിച്ചറിയാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ പോലും അതിനെ വഴി തിരിച്ചുവിടാൻ വേണ്ടിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അതത്ര എളുപ്പമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ പ്രസക്തമായ ഇപ്പം അംശു ഇതേപോലെ ഇസ്ലാം ഇതല്ല എന്നൊക്കെ പറയുമ്പോഴും ഇസ്ലാം, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് ഈ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇത് രണ്ടും ഒന്നില്ല. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമും ഹിന്ദുത്വയും ഒരേ സാധനമാണ്. അത് നമുക്ക് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ട് വശം പോലും അല്ല, ഒരു വശം തന്നെയാണ്. കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ പണ്ട് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യ ഗവൺമെന്റിൽ നിന്ന് പിറകോട്ട് പോയപ്പോ അന്ന് ഹിന്ദു മഹാസഭയും മുഹമ്മദ് അലി ജിന്നയും കൂടി ചേർന്നാണ് 3 പ്രവിശ്യകൾ ഭരിച്ചത്. എലിയും പൂച്ചയും കൂടി കൂട്ടുകാരായി എന്നൊക്കെ പറയും. കാരണം ഇവര് അധികാരത്തിലേക്കുള്ള വഴി മാത്രം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ പേര് പഞ്ചാബിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അകാലികളും കൂടി അതെ പേര് നാറ്റിക്കുന്നതാണ് സത്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം. അത് വളരെ ചെറിയൊരു വിഭാഗമേ വരുന്നുള്ളൂ. ആ ചെറിയ വിഭാഗത്തിനും ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ളതും അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ളതും മറ്റു മതത്തിലെ ആളുകളല്ല. അത് ശരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നതോ ആയിട്ടുള്ള വർഗീയവാദ ചിന്തകളെ തകർക്കാനുള്ളത് കോൺഗ്രസിനകത്തെ മുസ്ലിം നേതൃത്വം മുന്നോട്ട് വരണമെന്ന് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഹിന്ദു മതവിഭാഗത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വർഗീയ പ്രചരണങ്ങളെ ഏതെങ്കിലും മുസ്ലിം കോൺഗ്രസ്സുകാരനല്ല എതിർക്കേണ്ടത്. അത് ഹിന്ദു വിഭാഗത്തിലുള്ള തന്നെ അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തില് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹം ക്രിസ്ത്യാനി ഭക്ഷണം വെക്കാൻ, അതായത് അവിടുത്തെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അകാലികൾ വന്നു. അത് പറഞ്ഞു പോണം നിങ്ങൾ ഇവിടെ. സത്യാഗ്രഹികളിൽ ഒരാൾ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ വന്നു. അന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു.
അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അപ്പൊ ഗാന്ധിജി പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, അത് ഹിന്ദു മതത്തിലെ ഒരു വിഷയമാണ്, അത് അവർ കൈകാര്യം ചെയ്യട്ടെ, അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. നിങ്ങൾ അതിലേക്ക് ചെല്ലുമ്പോൾ ആ വിഷയത്തിന് വേറൊരു മാനം കൈവരും. മനസ്സിലായത്? അകാലികൾ ഭക്ഷണം വെക്കാൻ വേണ്ടി വന്നു, അകാലികൾ അദ്ദേഹം തിരിച്ചയച്ചു. അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം.